ചുരുങ്ങിയ കാലം കൊണ്ട് ഏവർക്കും പ്രിയങ്കരനായി മാറിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് യാത്രയയപ്പ് നൽകിയ തൃശൂരിലെ ജനങ്ങൾ. കാസർഗോഡേക്ക് സ്ഥലം മാറിയ കളക്ടർക്ക് നേരിട്ടും സമൂഹമാധ്യമത്തിലൂടെയും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്. പുതിയ കളക്ടർ ശിഖ സുരേന്ദ്രന് ചുമതല കൈമാറി അർജുൻ സ്ഥാനമൊഴിയുമ്പോൾ വൈകാരിക നിമിഷങ്ങൾക്കാണ് തൃശൂർ കളക്ടറേറ്റും സാക്ഷ്യം വഹിച്ചത്. നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട, നിങ്ങളേറെ സ്വാധീനിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നാവും തൃശൂർക്കാർ പറയുന്ന ഉത്തരം. ജനങ്ങളുടെ സ്നേഹത്തിനും കടപ്പാടിനും നന്ദി പറഞ്ഞാണ് അർജുൻ സ്ഥാനമൊഴിയുന്നത്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ അർജുൻ 2024 ജൂലൈയിലാണ് തൃശൂർ കളക്ടറായി ചുമതലയേൽക്കുന്നത്. 1.5 വർഷത്തെ സേവനത്തിനിടയിൽ അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കളക്ടറായി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ആ സന്തോഷത്തിനിടയിൽ അപ്രതീക്ഷിതമായിരുന്നു പെട്ടെന്നുള്ള സ്ഥലം മാറ്റം. 1 വർഷം 7 മാസമായി ഈ ഒരു കാലയളവിൽ മികച്ചതായിട്ടുള്ള ഒരു സഹകരണവും സ്നേഹവും എല്ലാം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടി. ആദ്യമായി തന്നെ അതിന് വളരെ വലിയ നന്ദിയും ഒരുപാട് കടപ്പാടുമാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായിട്ടുള്ളവർ വരെ ആ ഒരു സ്നേഹം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് മിസ്സാവും. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെ ഒരു പ്രധാനപ്പെട്ട ഒരു റോളായിട്ട് കണക്കാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ച്. അതുകൊണ്ട് തന്നെ ഏത് ചലഞ്ച് വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് നല്ല ഭംഗിയായിട്ട് ഓവർകം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. കലങ്ങി മറിഞ്ഞ 2024 പൂരത്തിനു ശേഷം തൊട്ടടുത്ത വർഷം വിജയകരമായി നടന്ന തൃശൂർ പൂരമാണ് അർജുനെ ജനപ്രിയനാക്കിയത്. തുടർന്നുള്ള ഓരോ സമയവും ജില്ലയിലെ ഒട്ടേറെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. കാര്യപ്രാപ്തിയുള്ള ഭരണ നിർവഹണത്തിലൂടെയും വിനയത്തോടെയുള്ള പെരുമാറ്റത്തിലൂടെയുമായിരുന്നു പൊതുജനങ്ങളുടെ മനസ്സിൽ കലക്ടർ ഇടം പിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കലക്ടർക്ക് നൽകിയ യാത്രയയപ്പ് അത്രയും വൈകാരികമായതും. IAS കേഡർ ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യന് കാസർഗോഡ് ജില്ലാ കളക്ടറായാണ് പുതിയ ചുമതല. തൃശൂരിലേതുപോലെ അവിടെയും കളക്ടർ ഗംഭീരമാക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നേരിട്ട് കണ്ട് യാത്ര പറയാൻ കഴിയാത്തവർ സമൂഹമാധ്യമത്തിലൂടെയാണ് കളക്ടർക്ക് ആശംസകൾ അറിയിച്ചത്. ന്യൂസ് മലയാളം, തൃശൂർ.